എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു കപ്പ് ഇരിക്കുന്നു. ഇതിൽ 1.5 ഗ്ലാസ് വെള്ളവും എടുത്ത് കലക്കി വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലവണ്ണം കുഴച്ച് വെച്ചിരിക്കുന്നു. സവാള, നിങ്ങൾക്ക് ചുവന്നുള്ളി വേണമെങ്കിൽ ചുവന്നുള്ളി ഇടാം. ഞാൻ സവാളയാണ് എടുത്തത്. കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇത്രയും എടുത്ത് ഇതിലോട്ട് മിക്സ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എന്ത് വേണമെങ്കിലും ചേർക്കാം. ക്യാരറ്റ് എല്ലാം ചേർക്കാവുന്നതാണ്. ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ചിട്ടാൽ മതി, അധികമൊന്നും ഇടണ്ട. ചീനച്ചട്ടി ദോശക്കല്ല് ചൂടാകുമ്പോൾ അതിൽ എണ്ണ തൂത്ത് ഇതിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. സൺഫ്ലവർ ഓയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കും. പെട്ടെന്ന് ഇളകി വരാനാണ് സൺഫ്ലവർ ഓയിൽ ഇടുന്നത്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല മൊരിഞ്ഞ് നല്ല ഇതായിട്ട് നല്ല നൈസായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് റവ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലൊന്നും ചേർത്തില്ല. ഒരു അരമണിക്കൂർ മുമ്പ് ഗോതമ്പ് മാവ് കലക്കി വെക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ പെട്ടെന്ന് കലക്കിയും ഇത് ചൂടാം. റെഡി ആയിട്ടുണ്ട്. സർവിങ് പ്ലേറ്റിലിട്ട് എടുക്കാവുന്നതാണ്. എണ്ണയിട്ട് ഒരെണ്ണവും കൂടി ചൂടാം. കറിവേപ്പിലൊക്കെ നല്ലപോലെ എടുത്ത് വേണം ഇടാൻ. ഇത് അരിമാവിലും ചെയ്യാവുന്നതാണ്. അരിമാവ് ഒന്ന് ഇതുപോലെ കലക്കി എടുത്ത് ഉള്ളിയും എല്ലാം ഇട്ട് ഇത് ചെയ്യാവുന്നതാണ്. മൈദയിലും ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. പെട്ടെന്ന് ഒന്നും ആട്ടിയ മാവ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇതങ്ങ് ചെയ്താൽ മതി. ഒരു കറിയും ആവശ്യമില്ല ഇതിൻ്റെ കൂടെ. ചെയ്തു വരുമ്പോൾ തന്നെ ആ ഗോതമ്പിൻ്റെ മണവും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ മണം കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന മണമാണത്. ഒരു നാഴി എടുത്താൽ തന്നെ ഒരു 10 എണ്ണമെങ്കിലും ആവും ഈ അളവിലിടുകയാണെങ്കിൽ. ചപ്പാത്തി ചുടുന്നതിനേക്കാളും വളരെ എളുപ്പമാണിത്. ബാച്ചിലേഴ്സിനും ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന കുട്ടികൾക്കും പാചകം ചെയ്യുന്ന കുട്ടികൾക്കും എല്ലാം ഇത് വളരെ ഈസിയാണ്. പ്രവാസികൾക്കും ഇത് വളരെ നല്ല എളുപ്പമുള്ള ഒരു പണിയാണിത്. എല്ലാവരും ചെയ്തു നോക്കണം. 2 ദോശ ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് വളരെ ഒന്നും കറിയുടെ ഒന്നും ആവശ്യമില്ല. വളരെ നല്ല ഒരു എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.